ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടാവും. അവർക്ക് നമ്മളോടുള്ള ഒരു പെരുമാറ്റം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിന് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളൊക്കെ അവരുടെ ഒരു സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതൊട്ടും സംശയിക്കേണ്ട, അത് അവർക്ക് നിങ്ങളോടുള്ളൊരു പ്രണയം തന്നെ ആയിരിക്കും. അപ്പോൾ ഒട്ടും ലേറ്റാക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രണയമാകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ അവിടെ നല്ല രീതിയിലുള്ളൊരു പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ചിരിക്കാനും സന്തോഷിക്കാനും അല്ലേ നമ്മൾ ഈ തമാശകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന ചെറിയൊരു തമാശക്ക് പോലും അവർ നല്ല രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവർ അതിനെ ചിരിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രണയം ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ പറയുന്ന തമാശയിൽ ഒരു പോയിന്റും ഉണ്ടാവില്ല, ഒരു രീതിയിലുള്ള ഒരു കണ്ടന്റോ പോയിന്റോ ഒന്നും നിങ്ങൾ പറയുന്ന സംഭവത്തിൽ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ അവർ കേട്ട് ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തോ ചെറിയ രീതിയിലൊരു ഇഷ്ടമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾ കാരണം അവരുടെ സ്വഭാവത്തിലോ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, അവർ ഇൻ്റലിജൻ്റ് ആയാലും എന്തായാലും നിങ്ങൾ കാരണം അവരുടെ പേഴ്സണാലിറ്റി ഒന്ന് ടോട്ടലി മാറിയിട്ടുണ്ടെങ്കിൽ, എല്ലാ കാര്യത്തിലും അവരിപ്പോൾ മുമ്പ് ചെയ്തേക്കുന്ന എല്ലാ കാര്യവും ഇപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രണയം ഉണ്ട് എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നിങ്ങളോടൊരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് തന്നെ ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ഇൻ്റലിജൻറ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടാവാം, പേഴ്സണാലിറ്റി ടോട്ടലി നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടാവാം, അവർ വേറെയുള്ള ആളോട് സംസാരിക്കുന്ന രീതി തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നിങ്ങളൊരു വ്യക്തിയിൽ പെട്ടെന്ന് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായാലും നിങ്ങൾക്ക് കുറച്ച് പാഷനായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും അതിലോടൊരു ഇൻട്രസ്റ്റ് തോന്നും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ ജോബിൻ്റെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളെ ഒരു ഫീൽഡായിരിക്കാം, നിങ്ങൾ ഏത് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നും. അത് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും. ചോദിച്ചു കഴിഞ്ഞിട്ട് അത് അവരും കൂടി ട്രൈ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ട് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്നൊരു വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും കുറേ പ്രോബ്ലംസ് ഉണ്ടാവാം. ഏതു രീതിയിലുള്ള പ്രോബ്ലംസ് ആയാലും അവരായിരിക്കും ആദ്യം ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഈ അവരെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന ആളായിരിക്കാം നിങ്ങളുടെ ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അങ്ങനെ സോൾവ് ചെയ്യാതെ അവരത് കിടന്നാൽ അവർക്ക് ഒരു ഉറക്കം വരാത്തൊരവസ്ഥ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിലും അത് നിങ്ങളെ ഫോൺ വിളിച്ചത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും, മെസ്സേജ് അയച്ചത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇതൊന്നും നിങ്ങൾ അത് സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരിട്ട് കണ്ട് മീറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. കാരണം നിങ്ങളെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളോട് ഒരു തിരക്ക് കൂടി ഒരു പിണങ്ങിയിരുന്ന് അവർക്കും അത് സുഖമായിട്ടൊരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രോബ്ലംസും എല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ മാക്സിമം നോട്ടീസ് ചെയ്യുക. കാരണം അവർക്ക് നിങ്ങളോട് ഒരു പ്രണയം തോന്നാൻ 100% ചാൻസ് ഉണ്ട്. ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ആദ്യ സമയത്ത് തുടങ്ങുന്നൊക്കെ സമയത്ത് നിങ്ങളൊരു അട്രാക്ഷനും നിങ്ങളൊരു ഇംപ്രഷനും പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവരുടെ മാക്സിമം കഴിവ് പുറത്തെടുക്കും എന്നുള്ളതാണ്. കാരണം തുടക്ക സമയത്തിലായിട്ടുള്ളൂ മാക്സിമം ഒരു അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടണം, അതുപോലെ തന്നെ നിങ്ങളൊരു ആക്സെപ്റ്റൻസ് കിട്ടണം എന്നൊക്കെ വിചാരിച്ച് അവർ നല്ല രീതിയിൽ അവരെ റിയൽ ക്യാരക്ടർ കാണിക്കാതെ മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് അവരോടൊരു താല്പര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി, അതേപോലെ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അവർക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ഒരു താല്പര്യം നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു പോയിന്റ് എത്തുമ്പോൾ അവരുടെ റിയൽ സ്വഭാവം കാണിക്കും. അതിപ്പോൾ എന്താണെങ്കിലും അവരുടെ റിയൽ സ്വഭാവം എന്താണോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അവരൊന്നും കൂടി നല്ല ഇമോഷണൽ ആയിട്ടുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നല്ല ബോൾഡായിരിക്കാം, ചിലപ്പോൾ ബോൾഡ് അല്ലാതിരിക്കാം. ഇങ്ങനെ എന്താണെങ്കിലും അവരുടെ റിയൽ ക്യാരക്ടർ നിങ്ങളെ കാണിക്കും. ഇതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു റിയൽ ക്യാരക്ടർ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടം തോന്നട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് ലാസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടും കൂടി അവർ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ റിയൽ ക്യാരക്ടർ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻ പ്രൊസീഡ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം
ഈ ഒരു അവരുടെ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങളെ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവങ്ങൾ നിങ്ങൾ അറിയുന്ന വ്യക്തിയായാലും അറിയാത്ത വ്യക്തിയിലും ഇങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തോ തരത്തിലുള്ള ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.